ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അയല മീനാണ്. ഇതുപോലെ നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കണം. അത് മസാല നല്ല പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ബൗൾ എടുത്ത് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കടുക് പൊടിച്ചതാണ്. കടുക് നല്ലപോലെ ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതാണ് ഇതിലേക്കുള്ള മെയിൻ മസാല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീനിലൊന്ന് പുരട്ടിയെടുക്കണം. ഇതുപോലെ മീൻ ഇട്ട് കൊടുത്ത് നമുക്ക് അതിലൊന്ന് മസാല നല്ല പോലെ ഒന്ന് പുരട്ടിയെടുക്കാം. മസാല പുരട്ടിയതിന് ശേഷം ഒരു 70 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കിടിലൻ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.